ബാണാസുരം ഡിപ്പോയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നതിൻ്റെ പാർട്ട് 2 ആണ്. ഇപ്പോൾ നമ്മളുള്ളത് ബാണാസുരം ഡാമിലാണ്. ബാണാസുരം ഡാമിൻ്റെ അടിപൊളി കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫുൾ ടീമുണ്ട്. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് ഏകദേശം 40 രൂപയാണ് വരുന്നത്. ഈ ബാണാസുരം ഡാമിൽ അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രക്കിംഗ് അല്ല, ബോട്ട് സർവീസിങ്, സ്പീഡ് ബോട്ട്, അതേമാതിരി തന്നെ ഒരു വെറൈറ്റി കുറച്ച് കാഴ്ചകളുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യും, കാണാമല്ലോ. അപ്പോൾ പോവല്ലേ, നമ്മൾ മുകളിലോട്ട് പോവല്ലേ. നമ്മൾ ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ബസ്സുണ്ട്. ഒരാൾക്ക് 15 രൂപ അല്ലേ വരുന്നത്, ഒരാൾക്ക് 15 രൂപയാണ് വരുന്നത്. ഇവിടുന്ന് ബസ് കയറിയിട്ട് മുകളിലോട്ട് പോവാം. നല്ല വൈബാക്കണ പരിപാടി കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്യാൻ കൊണ്ടിരിക്കുകയാണ്. അവിടെയും വൈബാണ്. എന്താ ചെയ്യാ ഷഫീഖ്? ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവരെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, ഉന്മാദ സംഗീത സർപ്പം നീയല്ലേ. ബസ്സിലേക്ക് കയറാട്ടോ. ബസ്സിൽ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബോട്ടിങ്ങിന് അങ്ങോട്ട് നടക്കാനുണ്ട്. ഇതാണ് നമ്മളെ ഡാം വരുന്നത്. ഡാമൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇവിടുത്തെ ഫസ്റ്റ് തന്നെ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടാണ് പോണത്. ഒരാൾക്ക് 1000 രൂപയാണ് വരുന്നത് സ്പീഡ് ബോട്ടിന്. 5 പേർക്ക് പോവാം. ഒരാൾക്കല്ല, 5 പേർക്കാണ് 1000 രൂപ വരുന്നത്. 15 മിനിറ്റ് ഒരു സ്പീഡ് ബോട്ട് യാത്ര. എങ്ങനെ ഉണ്ടാവും? പൊളിയല്ലേ? ഇടുക്കി മെർവിനാണ് നമ്മളെ നയിക്കാൻ പോണത്. അയ്യവാ. അപ്പം മെർവിന്റെ ഒപ്പം സ്പീഡ് ബോട്ട് യാത്ര നമ്മൾ തുടങ്ങാൻ പോവാണ്. സെറ്റല്ലേ? എല്ലാവരും സെറ്റല്ലേ? സെറ്റാണോ? ഈ യാത്ര ശരിക്കും എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രക്കും നന്നാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ബാണാസുരം ഡാമിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സ്പീഡ് ബോട്ടിൽ കയറണം നിങ്ങളെല്ലാവരും. മച്ചാന്മാരെ, നമ്മളിപ്പോൾ ഉള്ളത് ബാണാസുരം ഡാമിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ ഒരുപാട് സംഗതികളുണ്ട്. കുട്ടികൾക്ക് പറ്റിയ പാർക്ക് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ വലിയ ആൾക്കാർക്ക് വരെ ഊഞ്ഞാലാടാൻ പറ്റിയ സെറ്റപ്പ്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകണതേ അറിയില്ല. അടിപൊളി, എല്ലാവരും ഒരു ഫാമിലി മാതിരിയല്ലേ കഴിഞ്ഞത്? വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണെന്നോ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരാണെന്നോ ആ ഒരു ഫീൽ ഇല്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഫീല് പോയിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ഒറ്റക്കാണെന്നുള്ളത് വിചാരിച്ചിട്ട് ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാതിരിക്കരുത്. എന്തായാലും പങ്കെടുക്കണം, അടിപൊളിയാക്കണം. കാരണം നമ്മളെല്ലാവരും ഒരു ഫാമിലി മാതിരി. ഇപ്പോൾ നമ്മൾ ബാണാസുരം ഡാമിൽ നിന്ന് നേരെ കർലാട് ഡാമിലേക്ക് പോവുകയാണ്. കർലാട് ലേക്കിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എൻട്രൻസിലേക്ക് കയറല്ലേ? എന്തായാലും 5:30 വരെ പെർമിഷൻ ഉള്ളൂ. അത്യാവശ്യം നമ്മൾ ലേറ്റ്, നമ്മൾ KSRTC വന്ന ഒരു മുൻഗണന നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. സാർ, ഇവിടെ ടിക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 30 രൂപ പെർ ഹെഡ്. 30 രൂപ അല്ലേ? കുട്ടികൾക്ക് 10 രൂപ. പിന്നെ ബോട്ടിംഗ് ഒക്കെ? ബോട്ടിംഗ് എക്സ്ട്രാ ആണ്. എക്സ്ട്രാ ചാർജ് എങ്ങനെയാണ്? സാറേ, അവിടെ ബോട്ടിലുണ്ട് 2 സീറ്റ് 200, 4 സീറ്റ് 400 കേട്ടോ. എല്ലാത്തിനും അടുത്ത് കയറിയിട്ടുണ്ട്. ഇനിയൊരു വയസ്സിലാണ് എല്ലാരും ഉണ്ട്. വൈബ് വൈബ്. കർണാടക ലേക്കില് ചങ്ങാടത്തിലുള്ളത് ഏകദേശം 1/2 മണിക്കൂർ യാത്രക്ക് ഒരാൾക്ക് 50 രൂപയാണ്. ഒരൊറ്റ ട്രിപ്പിൽ നമുക്ക് ഏകദേശം 20 ആൾക്കാർക്ക് യാത്ര ചെയ്യാം. 20 വൈബ് ടീംസുകൾ അവിടെ ഉള്ളത്. പിന്നെ അതേമാതിരി തന്നെ 2016 സൗത്ത് ഇന്ത്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ ഇവിടെയാണ് സ്ഥിരീകരിച്ചത്. ഇത് വെള്ളത്തിന് മുകളിൽ കൂടെയുള്ള ആദ്യത്തെ സിപ്പ് ലൈൻ ആണ് വരുന്നത് അല്ലേ? പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്ന അവിടെ നിന്നാണ്. 100 മീറ്റർ വൺ സൈഡ് സിപ്പ് ലൈൻ ആയിരിക്കും, തിരിച്ചു പോകുന്ന ബോട്ടിങ്. മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എന്റെ കൂടെ പോരും. നല്ല മാറ്റമുണ്ടല്ലേ? കഴിഞ്ഞ വീഡിയോയിലേക്കാടി ഉഷാറാക്കി ഇപ്പോൾ പാടുന്നുണ്ട്. ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. KSRTC ബസ് ഒരുപാട് യാത്ര തുടങ്ങിയതിന് ശേഷം എവിടെ ട്രെയിനിങ്ങിന് പോകണത്? ട്രെയിനിങ് എവിടെ ഇല്ല, KSRTC ബസ് മാത്രം. ഇപ്പൊ രാവിലെ തന്നെ വെള്ളത്തിലല്ലേ ഹൈവാ. ഒരു ലേഡിയാണ് നമ്മളെന്ന് നയിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ എത്തോ ആവോ എന്താ എനിക്കറിയില്ല കേട്ടോ.
അപ്പം മച്ചാൻ പറയാം, നമ്മളെ ചെങ്കാട യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഏകദേശം 20-21 പേരുണ്ടായിരുന്നു ആ ഒരൊറ്റ ചങ്ങാടത്തിൽ. നമുക്ക് ഏകദേശം വന്നത് ഒരാൾക്ക് 50 രൂപ എന്ന നിലക്കാണ് വന്നത്. കറക്റ്റ് അരമണിക്കൂറുള്ള യാത്ര കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അധികം ആൾക്കാർക്കും ഈ ഒരു ലൈക്കിനെ കുറിച്ച് അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതേമാതിരി തന്നെ ഈ സിപ്പ് ലൈൻ വേറെ ലെവലാട്ടോ. കാരണം ഇപ്പം നമ്മൾ ഈ ക്ലോസിങ് ടൈമിലാണ് ഇവിടെ വന്നത്. ഈ ഒരു നദിൻ്റെ നടുവ് കൂടി, അതായത് ഈ ഒരു ലൈക്കിൻ്റെ നടുവ് കൂടിയുള്ള ഒരു യാത്ര, ഏകദേശം 300 മീറ്ററുള്ള യാത്രയാണ്. സത്യം പറയാമല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. വയനാട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ഇപ്പോൾ നമ്മൾ വയനാട് ചുരത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ അടിവാരത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പോവാണ്. കാരണം നൈറ്റ് നമ്മളിവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ഇരുടായി പോയി. നമ്മൾ തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല ഇരുടായി പോയിട്ടുണ്ട്. അതെന്താണ് നമ്മൾ അടിവാരം നമ്മൾ ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രികത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിവാരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വെറൈറ്റി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ. എന്താ പൊറാട്ട ഉണ്ട്. ആഹാ, ചൂട് പൊറാട്ടാണോ? ചൂട് പൊറാട്ട. ചപ്പാത്തിയൊക്കെ 2 ഉള്ളല്ലോ. ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനില്ലല്ലോ. പിന്നെ റൈസ് ഉണ്ട്, നെയ്ച്ചോറുണ്ട്, നെയ്ച്ചോറുണ്ട്, ചിക്കൻ 65 ഉണ്ട്. പക്ഷേ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്, ഇപ്പം എനിക്ക് 1 പീസ് തരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ 2 പീസ് വാങ്ങും. തരൂലേ? ആ, തരണം. അടിപൊളി കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്. അപ്പോൾ ഇവിടെ ടീംസ് ഫുള്ള് കഴിക്കുന്നുണ്ട് കേട്ടോ. കബീർ, വൈബ് ടീമൊക്കെ കഴിക്കുന്നുണ്ട്. എന്താണ് ഇതൊരു ഇതൊക്കെ കഴിക്കണ്ടാവും. രാവിലെ 4 കോഴിമുട്ട തന്ന ആളാണ് കേട്ടോ. രാവിലെ 4 കോഴിമുട്ട. ആ, എന്താണ് ഇതെന്താണ് ഷെഫീഖ് എൻ്റെ മുമ്പിൽ ഫുള്ള് സ്പെഷ്യൽ ഐറ്റംസ്? ചിക്കൻ ഫ്രൈ വേണമല്ലേ? ചിക്കൻ ഫ്രൈ വേണമല്ലേ? പൗഡർ അല്ലേ? ഓക്കെ. എന്തായാലും 3 നേരത്തെ ഭക്ഷണം, അതായത് 3 നേരമല്ല, രാവിലെ സ്നാക്സ്, രാവിലെ ഇവിടുന്നായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചു പോയത്. അതേമാതിരി ഉച്ചയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ്, അതേമാതിരി ഈവനിങ് സ്നാക്സ്, രാത്രിക്കത്തെ ഫുഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ ഒരു ട്രിപ്പ് വരുന്നത്. മാക്സിമം നമ്മളെല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്തൊരു ട്രിപ്പാണ്. മലപ്പുറത്തും തുടങ്ങിയ ഈ വയനാട് യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 4 നേരത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹോട്ടൽ ഷൈനിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്, അടിവാരത്ത്. അപ്പം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു യാത്രയിൽ. ഏകദേശം 3ഓളം പ്ലേസിൽ പോയിട്ടുണ്ടായിരുന്നു. അതേമാതിരി പൂക്കോട് തടാകത്തിൽ നമുക്ക് ആദിവാസിൻ്റെ ഓരോ കൾച്ചർ കാര്യങ്ങൾ നമ്മളെ വെൽക്കം ചെയ്തത് MLA ആയിരുന്നു. അതേമാതിരി പൂക്കോട് മറ്റേ ബാണാസുരം ഡാം, അങ്ങനെ 2-3 സ്ഥലത്ത് പോയിരുന്നു. ഒന്നും പറയാനില്ല, അടിച്ച് പൊളിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അൺലിമിറ്റഡ് ഫുഡും വയനാട് ഒരു യാത്രയും നല്ലൊരു എക്സ്പീരിയൻസും അത്യാവശ്യം കൊള്ളാം, ഉഷാറാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ചെയ്യാൻ പറ്റും.